നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ശിവഗിരി ടി വിയിലേക്ക് സ്വാഗതം. ശിവഗിരി മാഡം വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രീ മാരേജ് അവയർനെസ് ക്യാമ്പ്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സ്വാമി. ശിവഗിരി മാഡം അത്യന്തം സാമൂഹിക പ്രസക്തിയുള്ള വിഷയം തന്നെയാണ് ഇത്തവണയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരമൊരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം? സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ അന്നും ഗുരു അതിനായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഗുരു ഗൃഹസ്ഥാശ്രമം നല്ല രീതിയിലായിരിക്കണം, അവിടെ നിന്നാണ് നമുക്ക് സംസ്കാരം പകർന്നു കൊടുക്കേണ്ടത്. ആ ഒരു സംസ്കാരം നമ്മൾ ഇന്ന് കാണുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒന്നും അങ്ങനെ ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു സംസ്കാരത്തെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ ആ ഒരു കുറവ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് മഠം ഇങ്ങനെയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വിഷയത്തിലേക്ക് കടന്നത്. പ്രീ മാരേജ് അവയർനെസ് ക്യാമ്പിൻ്റെ പ്രസക്തി എന്താണ്? ഇന്നത്തെ കാലത്ത് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അതെ, പ്രീ മാരേജ് നമ്മൾക്ക് അതിൻ്റെ ഒരു അവയർനെസ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. കാരണം രണ്ട് സംസ്കാരങ്ങൾ ഒന്നിച്ചു കൂടി പോകുന്ന ഒരു വേദിയാണ് ഗൃഹസ്ഥാശ്രമം. കാരണം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വ്യത്യസ്ത ധ്രുവങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾക്ക് ആധുനിക വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ ഒന്നിച്ചു പോകുന്നുണ്ടെങ്കിലും കുടുംബ പശ്ചാത്തലം, കുടുംബ സംസ്കാരം, അതിലുപരി വ്യക്തികളുടെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള സംസ്കാരം, ഇതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ സ്വഭാവത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകം. അതുകൊണ്ട് ഈ രണ്ട് സംസ്കാരങ്ങളെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇവിടെ സംഘർഷങ്ങളുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിവാഹത്തിന് ശേഷം സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുന്നത്. അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഈഗോ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിൽ ഗൃഹസ്ഥ ആശ്രമത്തിൽ പറയുന്നുണ്ട്. അത് പഠിക്കാത്തതിൻ്റെയും ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെയും കുറവാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ വളർന്നു വരുന്ന തലമുറ, കാരണം പുതിയ ഒരു ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു വേദിയാണ്. അതുകൊണ്ടാണ് മഠം ഒരു പ്രീ മാരേജ് അവയർനെസ്, കാരണം അവയർനെസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സമഗ്രമായിട്ടുള്ള വിഷയങ്ങൾ വരണം. അതിനാണ് നമ്മളത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പ്രീ മാരേജ് അവയർനെസ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് എപ്പോഴാണ്? അത് നമ്മളുടെ വിവാഹം ആലോചന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു 20 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങി നമുക്ക് അതിനുള്ള ആ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള സന്ദർഭമുണ്ട്. കാരണം വ്യക്തികൾക്ക് ഒരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് വിവാഹ നിശ്ചയം വരെ നോക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ സമയം കണ്ടെത്തി ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ഈ അവയർനെസ് ക്യാമ്പിൽ ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്? ഈ ക്യാമ്പിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, ഇവിടെ ജാതി മത വർണ്ണ ഭേദമന്യേ ആർക്കും പങ്കെടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 20 വയസ്സിന് മുകളിലേക്ക് വിവാഹം വരെ, ഇപ്പോൾ ചിലർക്ക് 30 വയസ്സ് വരെ അല്ലെങ്കിൽ ചില 35 വയസ്സിലും കല്യാണം കഴിക്കുന്നവരുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഈ ഗ്യാപ്പിൽ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത്, അവിടെ വ്യക്തിക്കാണ് പ്രാധാന്യം, മതത്തിനോ ജാതിക്കോ മറ്റൊന്നുമല്ല. കാരണം തൻ്റെ കുടുംബം നല്ലതായിരിക്കണം,
നല്ല സംസ്കാരത്തോടു കൂടിയായിരിക്കണം, ശാന്തമായിരിക്കണം, സുഖമായിരിക്കണം. ഒരു താള ലയത്തോടു കൂടിയുള്ള ഒരു കുടുംബജീവിതം എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് ലഭിക്കുന്നില്ല. എവിടെയോ ഒരു താളപ്പിഴ സംഭവിക്കുന്നു. ആ താളപ്പിഴ സംഭവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെക്കുറിച്ച്, സന്ദർഭങ്ങളെക്കുറിച്ചാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സ്വാമി, ഈ പ്രീ മാരേജ് അവയർനെസ് ക്യാമ്പിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആണിനും പെണ്ണിനും ഒരുമിച്ചാണോ ക്ലാസ്സുകൾ എടുക്കുന്നത്, അതോ പ്രത്യേകമാണോ ക്ലാസ്സുകൾ എടുക്കുന്നത്? നമ്മൾ മഠം ഉദ്ദേശിക്കുന്നത് ആൺകുട്ടികളെയും പ്രത്യേകിച്ച് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്താണെങ്കിൽ അവർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ച് തന്നെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. കാരണം അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ കൂടുതൽ സൗകര്യമാണ്. കാരണം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ടും അഥവാ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള സാഹചര്യം നമുക്കുണ്ട്. അതിനുള്ള വേദി കൂടിയാണ്. അതല്ലാതെയും അവർക്ക് പങ്കെടുക്കാം. തനിയെ വിവാഹം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തനിയെ ക്ലാസ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ ഒന്നിച്ച് തന്നെ ഇരുന്ന് അവർക്ക് പഠിക്കാം. മഠത്തിലാണെങ്കിൽ അതിനുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങൾ, തനിയെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവരൊരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്, അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മഠം ഒരുക്കിയിട്ടുണ്ട്. സ്വാമി, ഈ പ്രീ മാരേജ് അവയർനെസ് ക്യാമ്പിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ചർച്ചാ വിഷയമാകുന്നത്? എനിക്ക് തോന്നുന്നു ഒരുപാട് ബൃഹത്തായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥാശ്രമ സങ്കല്പത്തിൽ എന്തായിരിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 പോയിൻറ്റ്സാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ പോയിൻ്റ് ശ്രീനാരായണ ധർമ്മം തന്നെയാണ്. അതിൽ ഗൃഹസ്ഥ ആശ്രമ ധർമ്മം, ഈ ഗൃഹസ്ഥ ആശ്രമത്തിൽ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവരതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അതുകൊണ്ട് ഒരു വിഷയം അതുതന്നെയാണ്. രണ്ടാമത് കുടുംബ മനഃശാസ്ത്രവും കുട്ടികളുടെ മനഃശാസ്ത്രവും. കാരണം കുടുംബത്തിൽ പലരുമുണ്ട്, ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല. അവിടെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അമ്മായിച്ചനുണ്ട്, അമ്മായിമ്മയുണ്ട്, അനുജനുണ്ടാകാം, ജ്യേഷ്ഠനുണ്ടാകാം, അനുജത്തി ഉണ്ടാകാം. അങ്ങനെ ബന്ധുക്കളായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും ചേരുന്നതാണ് ഒരു കുടുംബം. അപ്പോൾ ആ കുടുംബ മനഃശാസ്ത്രം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന്ന് നമ്മുടെ കുടുംബങ്ങളിലില്ല. പ്രത്യേകിച്ച് സ്വാർത്ഥത കൂടി വരുമ്പോൾ അവിടെ പലതും നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ ഏത് രീതിയിലാണ് നമ്മൾ പരിപാലിക്കേണ്ടത്? പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബമായിരുന്നു. അവിടെ നമുക്ക് കൂടുതൽ നമ്മുടെ കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. കുട്ടികളെ പലപ്പോഴും അമ്മമാർ ആയേനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഡേ കെയറിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ഹൃദയബന്ധം വളരെ കുറവാണ്. കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോലും ഇന്ന് ആർട്ടിഫിഷ്യലായിട്ടുള്ള പാലാണ് കൊടുക്കുന്നത്. അതൊക്കെ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് തന്നെയല്ല ഒരു ആത്മബന്ധത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുടുംബ മനഃശാസ്ത്രവും കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രവും നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പ്രഗത്ഭരായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെ സൈക്കോളജിയിൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള, ഈ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ഡോക്ടർമാരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ സംശയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതേപോലെ കുടുംബത്തിൽ വരുന്ന വരുമാനം, സാമ്പത്തിക സ്രോതസ്, പലപ്പോഴും സമ്പത്ത് കുറവുണ്ടാവാം, ചിലപ്പോൾ സമ്പത്ത് കൂടുതലുണ്ടാകാം. പക്ഷേ ഈ വരുമാനത്തെ എങ്ങനെ കുടുംബത്തിന് പ്രയോജനപ്പെടുത്താം, കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം മിച്ചം വെച്ചുകൊണ്ട് സന്തുഷ്ടമായി എങ്ങനെ ജീവിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വേറൊരു വിഷയമാണ് നല്ല ഒരു ശരീരവും നല്ലൊരു മനസ്സും ബുദ്ധിയും. അതിന് ശരിയായ രീതിയിലുള്ള വ്യായാമം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണലായിട്ടുള്ള മഹർഷിമാരുടെ അവർ കണ്ടെത്തിയിരിക്കുന്ന യോഗ നമ്മളതിന് ഉപയോഗിക്കുന്നത്.
കാരണം ഏറ്റവും സേഫായിട്ടുള്ള ഒന്നാണ് യോഗയും പ്രാണായാമവും മെഡിറ്റേഷനും. അപ്പോൾ ശക്തമായ ഒരു മനസ്സ്, ശക്തമായ ഒരു ശരീരം, ശക്തമായ തെളിച്ചമുള്ള ഒരു ബുദ്ധി നമുക്ക് പ്രദാനം ചെയ്യുന്നതിന് ഏറ്റവും സഹായകമായിട്ടുള്ളത് യോഗശാസ്ത്രമാണ്. അതുകൊണ്ട് യോഗയിൽ എക്സ്പേർട്ടായിട്ടുള്ള സന്യാസിമാർ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. നമ്മൾക്ക് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾക്ക് സ്വീകാര്യമായിട്ടുള്ളത്, അപ്പോൾ ഈ ഭക്ഷണവും നമ്മുടെ പ്രാണനും തമ്മിലുള്ള ബന്ധം, കാരണം സൂക്ഷ്മമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ് എനർജി എന്ന് പറയുന്നത്, പ്രാണൻ. ആ പ്രാണനെ നമ്മൾക്ക് എങ്ങനെ സ്വായത്തമാക്കാം, നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതെങ്ങനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ യോഗയും പ്രാണായാമവും മെഡിറ്റേഷനും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതുകൂടാതെ നമ്മളുടെ വിവാഹ ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ ഉരുത്തിരിയുന്ന വിവാഹമോചനം, നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ, അതിന് എക്സ്പേർട്ടായിട്ടുള്ള വക്കീലന്മാരുണ്ട്, അതുപോലെ ജഡ്ജിയുണ്ട്. കാരണം അവരുടെ മുമ്പിൽ 100 കേസുകളാണ് ചെല്ലുന്നത്. കൊച്ചു കൊച്ചു വിഷയങ്ങളിൽ ആണ് ഇങ്ങനെ ഒരു വിവാഹമോചനത്തിന് വേണ്ടി കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം. ഒരു അസുഖം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും ഭേദമാണ് അസുഖം വരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ സാമൂഹികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണിത്, വിവാഹമോചനം. അപ്പോൾ കുട്ടികളിൽ അങ്ങനെ ഒരു ഈഗോ ഡെവലപ്പ് ചെയ്യാതെ എങ്ങനെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് നിയമവശങ്ങളും അതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. കൂടാതെ ഗുരുവിൻ്റെ ജീവിതം, ഗുരുവിൻ്റെ കൃതികൾ, ദർശനം, അതും ഈ വരുന്ന ആളുകളെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് ആളുകൾ ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ പലപ്പോഴും പലരും പുതിയ ആളുകളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഗുരുവിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, ഗുരുവിൻ്റെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഗുരുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സുരഭിലമായിട്ടുള്ള നിമിഷങ്ങൾ, ആ ത്യാഗത്തിൽ നിന്നാണ് ഗുരു ഈ ഒരു രീതിയിലേക്ക് ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ ആ ജീവിതം നമ്മൾക്കൊരു മാതൃകയാണ്. അതുകൂടാതെ ഗുരുദേവൻ 3 ഭാഷകളിൽ എഴുതിയിട്ടുള്ള കൃതികളുണ്ട്, മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലും. ഇതെല്ലാം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അതൊക്കെ ഇന്നത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതി ആയിരിക്കുമ്പോൾ തന്നെ ഈ മായ ഇവിടെ അദ്വൈതിയുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഈ കാണുന്ന ലോകമെല്ലാം മായയാണ്, നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള പല വിഷയങ്ങളുണ്ട്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ ആരാണ് ഇവിടെ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി എഴുതിയപ്പെട്ടിരിക്കുന്ന ഒരു കൃതിയാണ് പിണ്ടനന്ദി. അപ്പോൾ നമ്മളുടെ ഡോക്ടർമാർക്കും സയൻറ്റിസ്റ്റുകൾക്കും യുക്തിവാദികൾക്കും ഒന്നും പിടികിട്ടാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഗുരു അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗുരുവിൻ്റെ ആ കൃതികളെ കൂടാതെ ദൈവദശകം, അനുകമ്പാദശകം തുടങ്ങിയിട്ടുള്ള ചെറിയ കൃതികളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സമ്പൂർണമായിട്ട് ഒരു മനുഷ്യന് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ അവൻ്റെ കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു സമഗ്രമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇന്ന് വ്യക്തികളെ തമ്മിൽ അകറ്റുന്നത്. അപ്പോൾ ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിൽ ഈ വിഷയങ്ങളൊന്നും വേണ്ടത്ര പ്രാധാന്യം നൽകിക്കൊണ്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു ജോലി സമ്പാദിക്കണം, അവർക്ക് കുറച്ച് പണമുണ്ടാകണം എന്നുള്ളതതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനായി എങ്ങനെ ജീവിക്കണമെന്ന് ആരും പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല.
നമ്മുടെ ഏത് സ്ഥാപനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ആധുനികതയുടെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുമ്പോഴും അവനിൽ ഉണ്ടാകേണ്ട കാരുണ്യം, ദയ, സ്നേഹം ഇതൊന്നും നമ്മൾ കാണുന്നില്ല. വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കൂടി പകർന്നു കൊടുക്കുവാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കും? അതാണ് ഗുരുദേവൻ്റെ അതുപോലെ തന്നെ മറ്റ് മഹർഷിമാരുടെ വാക്കുകളിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും പഠിച്ചു വരുമ്പോഴാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ അറിവിൻ്റെ അഭാവമായിരിക്കാം ഇങ്ങനെയുള്ള ഒരു അവയർനെസ് ക്ലാസ്സുകളിലേക്ക് ആളുകൾ വരാത്തത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാത്തത്. പ്രത്യേകിച്ച് ഇന്ന് പണമുണ്ടാക്കുന്ന അതിൻ്റെ പുറകിലായതുകൊണ്ട് എല്ലാം പണം കൊടുത്ത് നേടാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ മനഃശാന്തി മാത്രം, അല്ലെങ്കിൽ മനസ്സിൻ്റെ സുഖം മാത്രം പൈസ കൊടുത്താൽ കിട്ടില്ല എന്ന് തിരിച്ചറിയുവാൻ ഇനിയും ഒരുപക്ഷെ കാലം ആവശ്യപ്പെടുന്നുണ്ടാകാം. അപ്പോൾ അതിനൊരു പരിഹാരം, നമ്മൾ അത്രയ്ക്ക് അറ്റത്തേക്ക് പോകണ്ട എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ ഭാവം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. സ്വാമി, നമുക്കറിയാം ഇന്ന് പ്രണയ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. മുൻപരിചയമുള്ള ആൾക്കാർ തമ്മിലും വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ അല്ലെങ്കിൽ മുൻപരിചയമുള്ള ആൾക്കാർ തമ്മിൽ വിവാഹം കഴിക്കേണ്ടി വരുമ്പോൾ അത്തരം ആൾക്കാർക്കും ഇത്തരം അല്ലെങ്കിൽ നമ്മുടെ ഈ അവയർനെസ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഇന്നത്തെ പ്രണയവിവാഹങ്ങൾ, പ്രണയബന്ധങ്ങൾ, സ്നേഹവിവാഹങ്ങളൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ സ്നേഹം, അതുമാത്രമാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും 99% പ്രണയവിവാഹങ്ങൾ ജീവിത മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സംഭവിക്കുന്നതല്ല. കാരണം നമ്മൾക്കൊക്കെ ധാരാളം ഇത് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞങ്ങളിങ്ങനെ ഒരുപാട് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ മുമ്പിലാണ് ഒരുപാട് കേസുകൾ വരുന്നത്. അപ്പോൾ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ പ്രായത്തിൽ തോന്നുന്ന താൽക്കാലികമായിട്ടുള്ള വികാര ശമനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രണയങ്ങളെല്ലാം പോകുന്നത്. അവർക്ക് ജീവിതത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് അറിയില്ല. ഗുരു പറയുന്നുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും കൂടി വേണം കുട്ടികൾ വിവാഹം കഴിക്കാനെന്നാണ്. ഇവിടെ ഈ പ്രണയവിവാഹത്തിൽ ഇതൊന്നും കാണുന്നില്ല. കാരണം അച്ഛനും അമ്മയും വളരെയധികം കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തുമ്പോഴാണ് അവർക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ അവർ ഇറങ്ങിപ്പോകുന്നത്. ആ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ അവർ തിരിച്ചറിയുന്നില്ല. താൽക്കാലികമായിട്ടുള്ളൊരു സുഖത്തിൻ്റെ പുറകിൽ അവർ പോവുകയാണ്. അവർക്ക് ജീവിതത്തെക്കുറിച്ച് അറിയില്ല, സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കണമെന്നറിയില്ല, കുടുംബ ബന്ധങ്ങൾ എന്താണ്, അതിൻ്റെ മൂല്യങ്ങളെന്ന് അവരറിയുന്നില്ല. ഇനി ജെനുവനായിട്ടുള്ള സ്നേഹമാണെങ്കിൽ മാതാപിതാക്കൾ അത് മനസ്സിലാക്കി നടത്തി കൊടുക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും അങ്ങനെ എത്രയോ വിവാഹങ്ങൾ നടത്തി കൊടുത്തിരിക്കുന്നു. ആദ്യം തന്നെ ശിവഗിരിയിൽ നടത്തിയത് ഒരു വെള്ളക്കാരനെയും അതുപോലെ കേരളക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവാഹമാണ്. അപ്പോൾ അവിടെ ഗുരു അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെനുവിനാണ് എങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള വിവാഹങ്ങളെ സപ്പോർട്ട് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അല്ലാത്തത് കുട്ടികളുടെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിക്കുന്ന വിവാഹങ്ങൾ, പ്രണയ വിവാഹങ്ങൾ പലപ്പോഴും നിരാശാജനകമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അത് അവർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. അവർക്ക് കുറച്ചും കൂടി ശക്തമായി നല്ല തെളിച്ചത്തോടു കൂടി അവരുടെ വിവാഹം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്, അനുഭവങ്ങൾ നമ്മളോട് വിളിച്ചോതുന്നത്. സ്വാമി, ഈ അവയർനെസ് ക്യാമ്പിൽ പ്രായം, വിദ്യാഭ്യാസ നിലവാരം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി, സാമൂഹികവും മതപരവുമായുള്ള വ്യത്യാസം, ശരീരശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇതിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം സമ്പത്ത്, ഒരു കുടുംബ ജീവിതം നയിക്കുമ്പോൾ സമ്പത്ത് ആവശ്യമാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ജോലി വേണം, ഒരു വരുമാനം ആവശ്യമാണ്. അപ്പോൾ അതിന് പ്രാപ്തമായിട്ടുള്ളവരായിരിക്കണം വിവാഹം കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് ഭാര്യയും ഭർത്താവും
പറ്റുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്ത് പൈസ സമ്പാദിക്കണം. അതൊരു പ്രധാന ഘടകമാണ്. അതെങ്ങനെ നമുക്ക് സമ്പാദിക്കാം, സമ്പാദിക്കുന്ന പണത്തെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കൂടാതെ വിവാഹപ്രായം സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടിക്ക് ഒരു 18 വയസ്സും ആൺകുട്ടിക്ക് 21 വയസ്സുമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായമായിട്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാഴ്ചപ്പാടിൽ, അഭിപ്രായത്തിൽ മാറാരോഗങ്ങളുള്ള, ശരീരത്തിന് ആരോഗ്യം കുറവുള്ള ആളുകൾ വിവാഹം കഴിക്കരുതെന്നാണ്. അതുപോലെ സാമ്പത്തികമായി തീരെ ബുദ്ധിമുട്ടുള്ളവർ, കാരണം അത് വീണ്ടും അവർക്കൊരു ബാധ്യതയാണ്, ദുഃഖമാണ് നൽകുന്നത്. അപ്പോൾ അതൊക്കെ അവർ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മതം ഓരോ മതത്തിലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഉപദേശങ്ങളും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്, അവെയർനെസ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രീ മാരേജ് അവെയർനെസ് ക്ലാസ്സിൽ ആർക്കും, ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആർക്കും വരാവുന്ന ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് മതവും ജാതിയും ഒന്നും ഈ ഒരു വിഷയത്തിൽ ബാധകമല്ല എന്നുള്ളതാണ് നമ്മുടെ മഠത്തിൻ്റെ കാഴ്ചപ്പാട്. സ്വാമി, ഇത്തരം അവയർനെസ് ക്യാമ്പുകൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത്തരം അവയർനെസ് ക്യാമ്പുകളെ കുറിച്ചുള്ള ഒരു ബോധമില്ലായ്മ സാധാരണക്കാർക്കിടയിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് വളരെ നല്ല ഒരു ചോദ്യമാണ്. കാരണം 99% ആളുകൾക്ക് ഗൃഹസ്ഥ ആശ്രമ ധർമ്മത്തെക്കുറിച്ച് അറിയില്ല. അവർ യാന്ത്രികമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ വിവാഹം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് വിവാഹത്തിലേക്ക് പോകുന്നവരാണ്. പക്ഷേ ഈ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഈ ഗൃഹസ്ഥ ആശ്രമധർമ്മങ്ങൾ അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പാരൻസിന് അറിഞ്ഞുകൂടാ. സമൂഹത്തിൽ അതിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നുമില്ല. ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം ഗൃഹസ്ഥ ആശ്രമമാണെന്ന് അറിയാവുന്നവരും വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കുട്ടി തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുവാനാണ് ഇവിടെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ആ കുഞ്ഞിന് അങ്ങനെ ഒരു വിഷയം വന്നതിൻ്റെ കാരണം ആരാണ്, അല്ലെങ്കിൽ ഉത്തരവാദി ആരാണ് എന്നാരും ചിന്തിക്കുന്നില്ല. ഋഷിമാർ പറയുന്നത് അതിൻ്റെ ഉത്തരവാദി മാതാപിതാക്കളാണ്. കാരണം അവൻ്റെ സംസ്കാരം ആ രീതിയിലേക്ക് ഉരുത്തിരിഞ്ഞു വന്നതിന് ഗർഭാവസ്ഥയിൽ ഈ മാതാപിതാക്കൾ ഏത് രീതിയിലാണ് അവരുടെ കുടുംബജീവിതം നയിച്ചത്, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ആളുകൾ ഈ ഗർഭിണിയായ സ്ത്രീയോട് എങ്ങനെയാണ് പെരുമാറിയത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരറിവും കൊടുത്തിട്ടില്ല. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകളുടെ സങ്കല്പമാണിത്. അപ്പോൾ അറിഞ്ഞു വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ അറിവ് സമ്പാദിച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടത്തിവിടുവാൻ എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടാവും. അത് ധാരാളം പേര് നമ്മളടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അറിയാതെ പെട്ടുപോയി, അപ്പോൾ ഞങ്ങളുടെ മക്കൾ അവരെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും അറിഞ്ഞുകൂടാത്ത ആളുകൾ ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സ്വാമി, നമ്മുടെ ഈ ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന ഈ പ്രീ മാരേജ് അവയർനെസ് ക്യാമ്പിൽ പങ്കെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് ഈ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ശിവഗിരി മഠത്തിൻ്റെ ഇത് നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ജൂലൈ 12 കൂടിയാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അതിന് താല്പര്യമുള്ളവർ നേരത്തെ തന്നെ പേര് ശിവഗിരി മഠത്തിൽ രജിസ്റ്റർ ചെയ്യുക. കാരണം പലപ്പോഴും ജോലിയുള്ളവരുണ്ടാവാം, ജോലി ഇല്ലാത്തവരുണ്ടാവാം. അപ്പോൾ ഒരു 5 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു തയ്യാറെടുപ്പ്, കാരണം 5 ദിവസം ശിവഗിരി മഠത്തിൽ പോയി താമസിക്കണം, പഠിക്കണം. അപ്പോൾ ചില സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളാണ്. മറ്റേപാട് വേറെ കൂടുതൽ ഒരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. മനസ്സാണ് വേണ്ടത്. കാരണം ഇതൊരു ജീവിതം മൊത്തം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരുന്നതാണ് ഈ ഒരു ക്ലാസ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകുക. അത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ തയ്യാറെടുപ്പ്. ഇവിടെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, താമസം, ഭക്ഷണം ഉൾപ്പെടെ എല്ലാം ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും അതിനകത്ത് അവർക്ക് വരില്ല. അവർ പേര് രജിസ്റ്റർ ചെയ്യുക. നേരത്തെ തന്നെ നമ്മളൊരു ആദ്യത്തെ 100 പേർക്കാണ് നമ്മൾ ആദ്യം ഈ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു മാനസികമായിട്ട് ബൗദ്ധികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. സ്വാമി, വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് മാത്രമല്ലല്ലോ ഇത്തരം അവയർനെസ് ക്യാമ്പുകൾ പങ്കെടുക്കാൻ സാധിക്കാതെ വിവാഹം കഴിച്ച ആൾക്കാരുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുമുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് വേണ്ടിയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും ഇതൊരു പ്രധാന വിഷയമാണ്. കാരണം പലപ്പോഴും ഈ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴാണ് ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെ പെട്ടുപോയല്ലോ, ഇത് അറിയാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും, ഇപ്പോൾ വിവാഹം കഴിച്ചവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് അറിഞ്ഞുകൂടാതെ ഉള്ള ഒരു മാനസിക സംഘർഷം, തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റാതെ എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഗൃഹസ്ഥാശ്രമികൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. മഠം അവർക്കും വേണ്ടി ഒരു കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം വിവാഹം കഴിഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം, അതുപോലെ ഒരു 10 വർഷം, ഇതിനുള്ള 2 ഘട്ടത്തിലേക്കുള്ള ക്ലാസ്സുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഈ പ്രീ മാരേജ് അവയർനെസ് ക്ലാസ് നടന്നതിന് ശേഷമാണ് നമ്മൾ ആ ക്ലാസ്സിന് അതിനുള്ള സമയം അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അവർക്കും ശിഷ്ടജീവിതം പരസ്പരം ഭാര്യയും ഭർത്താവും മക്കളും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ആ കോഴ്സുകൾ വളരെ നന്നായിരിക്കും. ഗുരുവിൻ്റെ പാത പിന്തുടരുന്ന, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനത്തെ ഉൾക്കൊള്ളുന്ന ആർക്കും അത് സ്വീകരിക്കാം. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും ഒക്കെ ഒരു സമുദായത്തിൻ്റെ വക്താക്കളാക്കി മാറ്റിയിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മാറ്റിയിരിക്കുന്നവരുടെ സ്വാർത്ഥത തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല അറിവുകൾ ആരാണോ നമ്മൾക്ക് സമൂഹത്തിന് നൽകിയിരിക്കുന്നത് അവരുടെ ദർശനത്തെ നമ്മൾ ഉൾക്കൊള്ളുക. പ്രത്യേകിച്ച് ഇന്നത്തെ യങ്സ്റ്റേഴ്സ്, യുവാക്കൾ, അവരാണ് ഇതിനൊരു മാറ്റം ഉണ്ടാക്കേണ്ടത്. നമ്മളൊരു മുൻവിധിയോടുകൂടി ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും ഒന്നും കാണാതിരിക്കുക. അവർ സമൂഹത്തിന് വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം അവരൊഴിഞ്ഞു വെച്ചത്. ഈ കൊച്ചു മാനസികമായിട്ടുള്ള മുൻവിധികൾ മാറ്റി നിർത്തിക്കൊണ്ട് ഗുരുക്കന്മാരെ, വിവേകാനന്ദ സ്വാമികൾ, രമണ മഹർഷി, അതുപോലെ മഹർഷിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിരിക്കണം നമ്മളുടെ റോൾ മോഡലുകൾ. അങ്ങനെ മഹർഷിമാരെ, സമൂഹത്തിന് നല്ല അറിവുകൾ പകർന്നു തന്ന, ഭാരതത്തിൻ്റെ സനാതന മൂല്യത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ധാരാളം ഋഷീശ്വരന്മാരിവിടെയുണ്ട്, ആചാര്യന്മാരുണ്ട്. അവരുടെ വാക്കുകൾക്ക് നമ്മൾ കാതോർത്താൽ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ വളരെയധികം ദുഃഖത്തോടെയും അതോടൊപ്പം തന്നെ വളരെ ഭീകരമായും കാണുന്ന ഒന്നാണ് ഓൾഡ് ഏജ് ഹോം. കാരണം സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുടെ മാതാപിതാക്കളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന സങ്കേതങ്ങളാണ് ഓൾഡ് ഏജ് ഹോം. അവിടെ കറിയിലെ കറിവേപ്പില പോലെ ഇവരെയൊക്കെ തള്ളി കളഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ ഉണ്ടാകുന്നു? അപ്പോൾ പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട, പരിരക്ഷിക്കേണ്ട മക്കൾക്ക് ആ ഒരു അറിവ് എങ്ങനെ നഷ്ടപ്പെട്ടു? അത് ഒരുപക്ഷെ നമ്മളുടെ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമാണ്. കാരണം അവിടെ മാതാപിതാക്കൾ തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് പോകുന്നവരെ അല്ല നമ്മൾ അനുകരിക്കേണ്ടത്, മറിച്ച് മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന മാതാപിതാ, ഇതാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. അതിനുശേഷമാണ് ഗുരു വരുന്നത്. അങ്ങനെ ഈ ഒരു മൂല്യച്യുതിക്ക് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിലും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മുടെ മാതാപിതാക്കളെ പരിരക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അവിടെ കണക്ക് പറച്ചിലുകൾ പാടില്ല. ഇന്ന് കണക്ക് പറഞ്ഞുകൊണ്ടാണ് മാതാപിതാക്കളെ രക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കണക്ക് പറച്ചിലുകൾ, കാരണം അച്ഛനും അമ്മയും സംരക്ഷിക്കുമ്പോൾ ഞാൻ ഇത്ര പൈസ കൊടുത്തു, ഞാൻ ഇന്നതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്, നീ എന്തുകൊണ്ട് അതുപോലെ ചെയ്യുന്നില്ല
എന്ന് ഇപ്പോൾ 2 മക്കളുള്ള അച്ഛനും അമ്മയും അവരോടും പ്രതികരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഒരാളുള്ളെങ്കിൽ പോലും അവിടെയും പീട്ടും പോരുമാണ്. അപ്പോൾ ഇങ്ങനൊരു സംസ്കാരം എവിടെ നിന്നാണ് ഉടലെടുത്തത്? തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഈ പ്രീ മാരേജ് അവയർനെസ്സിലൂടെ, അതുപോലെ കുടുംബ ബന്ധങ്ങൾ കുറേയും കൂടി ദൃഢമാകുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ ക്ലാസ്സുകളിലൂടെ അവർക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഗുരുക്കന്മാർ അതാണ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അതിന് ഈ അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മഠത്തിന് പറയുവാനുള്ളത്. ശിവഗിരി മഠം സംഘടിപ്പിക്കാൻ പോകുന്ന പ്രീ മാരേജ് അവയർനെസ് ക്യാമ്പിനെ പറ്റി നമ്മളോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികളാണ്. സ്വാമിക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. ഓം ശ്രീ നാരായണ